ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബലരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന്. അപ്പൊ അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവത്തിലുള്ള ബാലു എന്ന് പറഞ്ഞുള്ള ആനയുടെ അടുത്താണ് കേട്ടോ. അപ്പൊ ആനനെ അമ്പലത്തിൽ എഴുന്നള്ളിച്ച് കൂടെ നിർത്തിയിട്ട് ആനയ്ക്കുള്ള ഫുഡ് കൊടുക്കാണ്. ഭക്ഷണം, പഴം, അങ്ങനെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതെ, തൊട്ടുപുറയിലാണ് ആന. അപ്പൊ അക്ഷയ തൃതീയുടെ അന്നാണ് നമ്മുടെ ബലരാമസ്വാമിയുടെ പിറന്നാൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഉത്സവം വരുന്നത് കേട്ടോ. ഓക്കെ. നല്ല പഞ്ചാരിമണം നടക്കുന്ന അഞ്ചാങ്ങളിലെ ജാതി മേളാണ്. അപ്പൊ ഈ ബലരാമ ക്ഷേത്രം തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അവിടെ കുറെ നല്ല ഭയങ്കര കാഴ്ച സ്ഥലം തന്നെ അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഒരു അണിക്കിണറുണ്ട്. അതുപോലെ നമ്മുടെ ഗരുഡന്റെ നല്ല ഗരുഡനൊക്കെ അടിപൊളിയാണ്. അതൊക്കെ നല്ല ഭംഗിയതാണ്. നല്ല രസമായിട്ടുണ്ടാക്കിയത്. അതെ, മഞ്ഞ കളറുള്ള ആ ഗരുഡന്റെ പഴയ ഗരുഡനെ പോലെ അല്ലേ? ആദ്യം ഗരുഡൻ. അതുപോലെ തന്നെ ഗുരുവായൂർ നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പൊ പശുവുണ്ട്, പശുക്കിടാവ്. ഇത് ഭംഗിയല്ലേ കാണാം. ഇപ്പൊ ഈ സ്ഥലത്ത് 4 സൈഡിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സൈഡുണ്ട്, ഈ സൈഡുണ്ട്, പിന്നെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകതയാണ്. നല്ല രസമായിട്ടുള്ളൊരു തുളസിത്തറുണ്ട്. അതെ, ഗണപതിയാണ്. അതെ, ഗണപതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പിൻവശത്ത് ദേവസ്വത്തിന്റെ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. ഗണപതി എന്ത് ഭംഗിയാണ്. ഗണപതിന്റെ എലിയുണ്ട്. അത് നമ്മുടെ ഗണപതിയുടെ വാഹനമാണ്. അതെ അതെ, പ്രാർത്ഥിച്ചിട്ട് ഇവന് ഈ ഭാഗത്തൊന്നും ഇല്ല. ഇവിടെ മൊത്തം നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബലരാമസ്വാമി ക്ഷേത്രമാണ് ഈ ഉത്സവം നടക്കുന്നത്. അതെ, അടിപൊളി. എവിടെ
പരുന്ത് ഗരുഡല്ലേ? ഗരുഡ പരുന്തോ? പരുന്ത് ശ്രീകൃഷ്ണ പരുന്തല്ലേ? ശ്രീകൃഷ്ണ പരുന്ത്. അതെ, അടിപൊളി. ഈ ഒറിജിനൽ ശ്രീകൃഷ്ണ പരുന്ത് ഞങ്ങളുടെ സൂല് കണ്ടിട്ട് കൊള്ളാട്ടാ. അപ്പൊ നമുക്കിനി അമ്പലത്തിലെ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും പോവാം. കൃഷ്ണന്മാരും രാധകളും ഉണ്ട്. ഒരു കൃഷ്ണൻ രാധയാട്ടാ. ഒരു അന്നദാനം പ്രസാദം ഉണ്ട്. വാങ്ങിച്ചോ. അപ്പൊ എനിക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട്. ഉണ്ണിയപ്പം കൊള്ളാം. അച്ഛതാ ഉണ്ണിയപ്പം വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അച്ഛനിട്ട് ഞാൻ ഉണ്ടപ്പോ ഞാൻ കഴിച്ചു തുടങ്ങി. എന്റെ പേര് പാർവതി, ഇതിന്റെ പേര് ശ്രീഹരി. അപ്പൊ നമ്മുടെ ബലരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ കൃഷ്ണനും ബലരാമനും കലപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സെറ്റായി വന്നിരിക്കുകയാണ്. അതായത് നല്ല ക്യൂട്ടാണ് കാണാനത്. അടിപൊളി, സൂപ്പറാണ് പോലെ കേട്ടോ. അടിപൊളിയുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അക്ഷയതൃതീയക്ക് ബലരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അടിപൊളിയായിരുന്നു, അതിഗംഭീരമായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ കൃഷ്ണനും ബലരാമസ്വാമി രണ്ടുപേരുടെയും വേഷം കെട്ടി 2 കുട്ടികളെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഉണ്ണിയപ്പം തന്നു. അല്ലേ, നല്ല അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഉത്സവമായിരുന്നു. അപ്പം അതിന് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വൈശാഖ മാസത്തിൽ വരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതെന്തായാലും ആഘോഷിക്കാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും വളരെ സന്തോഷമുണ്ട്. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.